മഴ തോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തിയുടെ അടുത്തേക്ക് വളരെയധികം സന്തോഷത്തോടു കൂടെ വരികയാണ് കൃഷ്ണമോള്. കുറേ ദിവസങ്ങൾക്ക് ശേഷം, ആ ആക്സിഡൻറ്റിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് അമ്മ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അതിൻ്റെ വലിയ സന്തോഷമൊക്കെ കൃഷ്ണമോൾക്കുണ്ടായിരുന്നു. സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നത്. അവിടെ എത്തിയപ്പോൾ വൈജയന്തി ബെഡിലിരിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണമോളെ കണ്ടപ്പോൾ വൈജയന്തി ചോദിച്ചു, വാ, നീ വന്നോ? ഇതെന്താ നേരത്തെ തന്നെ വന്നത്? ഉച്ചവരെ എക്സാം ഉണ്ടായിരുന്നു അമ്മയെന്ന് കൃഷ്ണമോള് മറുപടി നൽകി. പിന്നീട് എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കി. അപ്പോഴേക്കും വൈജയന്തിയുടെ സ്വഭാവം അങ്ങ് മാറി. അല്ലെങ്കിലും എൻ്റെ കാര്യം നോക്കാൻ നിനക്കൊന്നും സമയമുണ്ടാവില്ലല്ലോ. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നീയൊക്കെ ഇടക്കെങ്ങാനും എന്നെ വന്നൊന്ന് നോക്കിയോ? വല്ല കാലത്തുമാണോ എന്നെ ഒന്ന് വന്ന് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി കുറ്റപ്പെടുത്തി. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അമ്മേ, എനിക്കതിന് എപ്പോഴും വരാൻ പറ്റുന്ന കാര്യമാണോ? ഒന്നുകിൽ അച്ഛൻ എന്നെ കൊണ്ടുവരേണ്ടേ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നാലല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, രോഹിത്തിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പുറത്തിറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഈ വീട് വിട്ടു പോവാണ്. നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ? അതെനിക്കറിയണം, വൈജയന്തി കടുപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, എങ്ങോട്ട് പോവാനായിട്ടാണ്? അമ്മയുടെ വീടല്ലേ ഇത്? അമ്മ ഇവിടെ നിന്നും എങ്ങോട്ടേക്ക് പോകുന്നേ? എൻ്റെ വീടോ? ഇതെൻ്റെ വീടൊന്നുമല്ല, ഇത് അലീനയുടെ വീടല്ലേ എന്ന് വൈജയന്തി പരിഹസിച്ച് ചോദിച്ചു. അലീന ചേച്ചിയുടെ വീടോ? അമ്മ എന്തൊക്കെയായി പറയുന്നത്? ദേ അമ്മേ, കണ്ണടച്ച് വെറുതെ ഇരുട്ടാക്കാൻ നോക്കരുത്. അത് അമ്മക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത്രയും കാലം ആരുടെ വീടായിരുന്നോ ഇത് എന്ന് അമ്മക്ക് അറിയാമായിരുന്നില്ലേ? പിന്നെ പെട്ടെന്ന് ഇത് അമ്മയുടെ വീടല്ലെന്ന് തോന്നാൻ എന്താ കാരണം? കൃഷ്ണേ, നീ വെറുതെ വാശി പിടിക്കാനൊന്നും വരണ്ട. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ അത് മാത്രം ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഞാൻ വരത്തില്ലമ്മേ, ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടേക്കുമില്ല. അല്ലെങ്കിലും അതെനിക്കറിയാടി നീ വരത്തില്ല എന്നുള്ള കാര്യം. നീ നിന്റെ അച്ഛൻ്റെ പക്ഷത്താണല്ലോ, ബാലചന്ദ്രൻ്റെ പക്ഷത്ത്. അലീന എന്ന് പറയുന്നവൾ എന്തൊക്കെയോ മയക്കുമരുന്ന് കൊടുത്ത് നിന്നെ മയക്കി വെച്ചിരിക്കുകയാണ്. കൈവിഷം തന്നിരിക്കുകയാണ് നിനക്ക്. അതിൽ നിന്ന് നീ മുക്തി നേടാനൊന്നും പോകുന്നില്ല. നിന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ വരുന്നുണ്ടെങ്കിൽ വരണ്ട, ഞാൻ പൊയ്ക്കോളാമെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുകയാണ്. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങോട്ടേക്ക് പോകാനായെന്ന്? എനിക്കിഷ്ടമുള്ളിടത്തേക്ക് പോകും. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല എന്ന് വൈജയന്തി മറുപടി നൽകി. എൻ്റെ അമ്മേ, വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ മുറിയിലേക്ക് വന്നത്. ഞാൻ വിചാരിച്ചു അമ്മക്ക് മാറ്റമുണ്ടായി കാണുമെന്ന്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അമ്മക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പഴയതുപോലെ തന്നെയാണ് അമ്മ. പഴയ വൈജയന്തിക്ക് ഇതുവരെയായിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ഞാൻ ഇങ്ങനെ മാറാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലടി. അങ്ങനെ മാറുന്ന ആളല്ല ഞാൻ. നിന്റെ അച്ഛൻ്റെ സ്വഭാവമല്ല എനിക്ക്. ഓന്ത് നിറം മാറുന്നത് പോലെ തന്നെ എനിക്ക് മാറാൻ പറ്റില്ല എന്ന് പറയും. ആയിക്കോട്ടെ, ഇനി അത് മാറാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കൃഷ്ണമോള് ദേഷ്യപ്പെടും. അമ്മയോട് ഞാൻ ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, അല്ല, രോഹിത് എവിടെ? മുറിയിലുണ്ട് എന്ന് പറഞ്ഞു. മുകളിലത്തെ മുറിയിലാണെന്ന് പറഞ്ഞു. കൃഷ്ണമോളോട് വൈജ പറയുന്നത്, ഒരു കാര്യം ചെയ്യേ, നീ എൻ്റെ കയ്യിലൊന്ന് പിടിക്ക്, എനിക്ക് രോഹിതിനെ ഒന്ന് കാണാം. അങ്ങനെ കൃഷ്ണമോള് വൈജയന്തിയുടെ കയ്യും പിടിച്ചു നേരെ മുറിയിലേക്ക് പോയി, മുകളിലത്തെ മുറിയിലേക്ക് പോയി. അങ്ങനെ മുകളിലത്തെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ബാലചന്ദ്രൻ അവിടെ ബാൽക്കണിയിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്നത്. ബാലേന്ദ്രനെ കണ്ട വൈജയന്തി ഒന്ന് നോക്കി. പക്ഷേ ബാലചന്ദ്രൻ മൈൻഡ് പോലും ചെയ്തില്ല. ബാലചന്ദ്രൻ ഹാളിലേക്ക് ഇറങ്ങിയിട്ട് നേരെ അലീനയെ വിളിച്ചു. അലീന, ഞാൻ പുറത്തു വരെ ഒന്ന് പോവാണ്, ഇപ്പം തന്നെ വരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അലീനയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കൃഷ്ണമോള് ചോദിച്ചു, അല്ല അച്ഛാ, അച്ഛൻ ഇത് എങ്ങോട്ടേക്കാ എന്ന്? അതെ, കട വരെ ഒന്ന് പോകണം മോളെ, അത്യാവശ്യം 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് കൃഷ്ണമോളും പറഞ്ഞു. ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കണ്ടില്ലേ, ഈ വീട്ടിലിപ്പോൾ ഞാനാരാ? എനിക്കെന്താ ഇവിടുത്തെ സ്ഥാനം? മുമ്പേ നീ ചോദിച്ചതില്ലേ ഇതെൻ്റെ വീടാണോ എന്ന്? ഇപ്പോൾ മനസ്സിലായില്ലേ ഇതെൻ്റെ വീടല്ല എന്ന്? അലീനയുടെ വീടാണിത്. അവളാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവളാണല്ലോ അവിടെ ഭരണം നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ബാലചന്ദ്രൻ അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയത്. ദേ അമ്മേ, വെറുതെ ഇവിടെ വഴക്കുണ്ടാക്കാനൊന്നും നോക്കണ്ട. ഉടക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അമ്മ രോഹിതേട്ടനെ കാണുന്നുണ്ടെങ്കിൽ കയറി വാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാണ് കൃഷ്ണമോള്. ആ സമയത്തിന് ശിവശങ്കരനും ഗംഗാധരനും കൂടി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നു. അപ്പോഴെന്നെ കമലമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങളൊക്കെ? അവിടെ ചെന്നിട്ട് വൈജയന്തിയെ കണ്ടോ? വൈജയന്തി എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു. ഗംഗാധരൻ പറയുന്നുണ്ട്, വൈജയന്തിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ കമലേ? ആ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അല്ല, വൈജയന്തി അവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലേ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ? അലീന ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടോ? അതോ ഇപ്പോൾ അലീനയും വൈജയും തമ്മിൽ വഴക്കാണോ? അതൊക്കെ അറിയാനായിരുന്നു കമലമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ശിവശങ്കരൻ പറഞ്ഞു, നീ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അവിടെ അടിയും ഇടിയും വഴക്കും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും പറഞ്ഞില്ലേ? വൈജയന്തി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറയാനായിട്ടാണ്? അല്ല, അലീനയോട് വൈജ ഒന്നും പറഞ്ഞില്ലേ? ഇപ്പം എന്ത് പറയാനായിട്ടാണ്? വൈജയന്തിക്ക് നേരെ ചൊവ്വെന്ന് നടക്കാൻ പോലും പറ്റില്ല. ആ സമയത്ത് തന്നെ വൈജ അലീനയോട് എന്ത് പറയാനായിട്ടാണ്? ശിവേട്ട, നിങ്ങൾ കാത്തിരുന്നോ? വൈജയന്തിയുടെ സ്വഭാവം അറിയാലോ.
അവളിപ്പോൾ പത്തി താഴ്ത്തിയിരിക്കുന്നേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ മിക്കവാറും അവിടെ ഒരു വഴക്ക് നടക്കും. ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല. അവൾ പാത്തും പതുങ്ങിയും നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും. നിങ്ങൾ പോന്നു കഴിഞ്ഞപ്പോൾ വൈജയന്തി അവിടെ ഉറപ്പായിട്ടും പ്രശ്നമുണ്ടാക്കും. എനിക്കറിയാമല്ലോ അവളുടെ സ്വഭാവമെന്ന് കമല പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീടുണ്ടാവുന്ന ഭവിഷ്യത്തെല്ലാം അവൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഞങ്ങളാരും ചെല്ലത്തില്ല. തടസ്സവും പിടിച്ചും ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഇപ്പോൾ ഞങ്ങളെല്ലാവരും ചെയ്തു കഴിഞ്ഞു. ഇനി മറ്റുള്ളവരുടെ മുന്നിൽ പോയി കിടന്ന് നാണം കെടാനൊന്നും ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന്. ഇനി വരുന്നതൊക്കെ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അവൾ തന്നെ ഏറ്റെടുക്കണം. ശിവശങ്കരൻ പറഞ്ഞു. അത് ശരിയാ, ഇത്രയും നാളും അവളെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ഇനിയും വയ്യ. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടിട്ട് ഒരു പരുവമായി. മനുഷ്യന് വേറെ പണിയില്ലാത്തത് കൊണ്ടല്ല ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. പിന്നെ ജീവിതമാണല്ലോ കുടുംബമാണല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ്. പണ്ടേ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശിവശങ്കരൻ അങ്ങ് സങ്കടപ്പെടും. ഗംഗാധരൻ പറയുന്നുണ്ട്, നീ വിഷമിക്കല്ലേടോ, ധൈര്യമായിട്ടിരിക്ക്, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയും. അല്ല ഗംഗേട്ടാ, ഇവിടെ മനുഷ്യൻ്റെ ടെൻഷനൊക്കെ വേറെ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഹരിയുടെ കാര്യത്തിലുള്ള ടെൻഷൻ, അതിൻ്റെ ഇടയ്ക്ക് വൈജയന്തിക്കുണ്ടായിരുന്ന ഓരോരോ പൊല്ലാപ്പുകൾ, മറ്റുള്ളവരുടെ മുന്നിൽ പോയി നാണം കിടുന്ന ഒരവസ്ഥ ഗംഗേട്ടന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഗംഗാധരൻ പറയുന്നുണ്ട്, പോട്ടെ, തൽക്കാലത്തിൽ ഇപ്പോൾ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട, സമാധാനമായിട്ട് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്തിന് രോഹിത്തിൻ്റെ മുറിയിലേക്ക് വൈജയന്തിയും കൃഷ്ണമോളും ചെല്ലാണ്. അന്നേരം രോഹിത് ചെരിഞ്ഞു കിടക്കുമായിരിക്കും. പനിയായതുകൊണ്ട് തന്നെ അവന് നല്ല വയ്യായികയുണ്ടായിരുന്നു. വൈജയന്തി ചെന്നിട്ട് രോഹിത്തിനെ വിളിച്ച് അവൻ്റെ കയ്യിൽ പിടിച്ചു. രോഹിത് പതുക്കെ തല തിരിച്ചു നോക്കി. അമ്മയെ കണ്ടു, പക്ഷേ ഒന്നും മിണ്ടിയില്ല. പിന്നീട് വൈജയന്തി ചോദിച്ചു, എന്താടാ നിനക്ക്, നീ എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന്. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, രോഹിത്തിന് നല്ല പനിയും വയ്യായികയും ക്ഷീണമൊക്കെ ഉണ്ട് എന്ന്, അതുകൊണ്ടാണ് കിടക്കുന്നത് എന്ന് പറയും. പനിയും വയ്യായികയും ക്ഷീണമൊക്കെ ആണോടാ? എടാ, ഇതിനേക്കാളും കൂടുതൽ അനുഭവിച്ചാടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്കറിയാലോ, ഇപ്പോൾ എനിക്ക് നേരെ ചൊവ്വെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജോലിക്ക് പോകണം, ഓഫീസിൽ എങ്ങനെ ജോലിക്ക് പോകുമെന്ന് പറ. നിന്നെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ന്യൂസിലും പത്രത്തിലും ഒക്കെ വന്നതല്ലേ. ഇതുപോലൊരു നാണക്കേട് എനിക്ക് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഓരോന്നൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന സമയമൊക്കെ ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭർത്താവും മകനും ഒന്നും വേണ്ടായിരുന്നു, കല്യാണം പോലും കഴിക്കേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നീ കാരണം മനുഷ്യരുണ്ടായ നാണക്കേട് എത്ര മാത്രമാണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ പറഞ്ഞ് വായിൽ തോന്നുന്ന ചീത്തയെല്ലാം അങ്ങ് വിളിച്ചു പറയാണ് രോഹിത്തിനെ. അങ്ങനെ രോഹിത്തിനെ വല്ലാതെ കുറ്റപ്പെടുത്താണ് വൈജയന്തി. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു? നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ആ ഹരിയുമായിട്ടൊരു കൂട്ട് വേണ്ടായെന്ന്. ഹരിയുടെ കൂടെ കൂടിയിട്ടല്ലോ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതെങ്ങനെയാ പറഞ്ഞാൽ തലയിലേക്ക് കയറുമോ? കൃഷ്ണമോള് പറഞ്ഞു. മതി മതി അമ്മേ, ഇനിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? പറയാതിരുന്നാൽ എനിക്ക് പറ്റില്ല. വൈജയന്തി ദേഷ്യപ്പെട്ടു. ഇവൻ ഒരൊറ്റ ഒരുത്തം കാരണമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നാണക്കേട് കാരണം മനുഷ്യന് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ? ഇനി എങ്ങനെ പുറത്തിറങ്ങും? കൃഷ്ണമോള് പറഞ്ഞു. അമ്മ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ചു വലിച്ചേണ് അങ്ങ് കൊണ്ടുപോവാണ്. അല്ലാതെ തന്നെ രോഹിത്തിൻ്റെ മനസ്സ് വല്ലാതായിരിക്കുകയാണ് ഈ സമയത്ത്. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂടുതൽ രോഹിത്തിൻ്റെ മനസ്സിന് വേദന കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ വേറെ പ്രശ്നമാവുമെന്ന് കൃഷ്ണമോൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ കൃഷ്ണമോള് വൈജയന്തിയുടെ കയ്യും പിടിച്ച് അവിടെ നിന്നും പോയി. ഇതേ സമയത്തിന് രേവതിക്കുട്ടി അലീനയെ വിളിക്കാണ്. അലീനയെ വിളിച്ച് ചോദിച്ചു, എന്തേ നമ്മുടെ പാലായിൽ സംഘവീരൻ എവിടെയെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ചോദിച്ചു, നീ ആരുടെ കാര്യമായി പറയുന്നത്? അല്ല, ഞാൻ രോഹിതിൻ്റെ കാര്യമാണ് പറയുന്നത്. എടി, അങ്ങനെയൊന്നും പറയരുത്, പാവല്ലേ അവനെ. അലീന ചോദിച്ചു. പാവം, ചേച്ചിക്ക് പാവമായിരിക്കും, പക്ഷേ എനിക്കത്ര പാവമൊന്നും തോന്നുന്നില്ല. ഇത്തവണ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷേ ചേച്ചിയോട് അവൻ എന്ത് തെറ്റാ ചെയ്തത്? അല്ല, അവന് സുഖമാണോ എന്ന് ചോദിച്ചു. അത് പിന്നെ രോഹിത്തിന് പനിയാമോളെ എന്ന് അലീന പറഞ്ഞു. പനിയോ? 10 ദിവസം അവിടെ പനിച്ച് കിടക്കട്ടെ, അത് നല്ല കാര്യമല്ലേ എന്ന് രേവതി ചോദിച്ചു. നീ എന്തൊക്കെയാ രേവതിക്കുട്ടി പറയുന്നത് എന്ന് അലീന ചോദിക്കുമ്പോൾ, പിന്നല്ലാതെ നിനക്ക് അവിടെ വന്നപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. നീ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നല്ലോ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന് അത് പിന്നെ അനുഭവമല്ലേ ചേച്ചി നമ്മളെ കൊണ്ട് ഓരോന്നും പഠിപ്പിക്കുന്നത്. അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഞാൻ ഇതൊക്കെയെന്ന് പറയും. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് കോൾ കട്ട് ചെയ്തത്. പിന്നീട് അലീന രോഹിത്തിനുള്ള ഫുഡൊക്കെ ആയിട്ട് ചെല്ലാണ്. അന്നേരം കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കാൻ ചെല്ലായിരിക്കും. രോഹിത്തിനോട് പറയുന്നുണ്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. രോഹിത്താണെങ്കിൽ അനങ്ങുന്നേ ഇല്ല. ഒടുവിൽ അലീന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്പൂണിൽ കോരി തരാമെന്ന് പറഞ്ഞ് രോഹിത്തിനെ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്നെ കട്ടിലേക്ക് അങ്ങ് ചാരിയെത്തി. രോഹിത്തിന് തനിച്ച് എഴുന്നേൽക്കാനുള്ള ശേഷി പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്തിന് ബബിത സ്റ്റെയർ കേസ് എല്ലാം കയറിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴേക്കും അലീന രോഹിത്തിനോട് പറഞ്ഞു, വായ തുറക്ക്, ഈ കഞ്ഞങ്ങ് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിർബന്ധിക്കും. പക്ഷേ രോഹിത് ആണെങ്കിൽ ഒരൊറ്റ തട്ടങ്ങ് തട്ടിയിട്ട് സ്പൂണിരുന്ന് അതോട് കൊടുത്തങ്ങ് താഴേക്ക് വീണു. ശബ്ദം കേട്ട ബബിത അങ്ങോട്ടേക്ക് ഓടി വന്നു. നോക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. ബബിതക്കും ആകെ വിഷമായി. മുൻപത്തെ പോലെയല്ല, 2 ദിവസമായിട്ട് ബബിതക്ക് നല്ല മാറ്റമുണ്ട്. അലീനയോട് ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഈ സമയത്തന്നെ ദേഷ്യത്തോടു കൂടെ തന്നെ അലീന നോക്കുകയാണ് രോഹിത്തിനെ.
ഈ സമയത്തന്നെ ഭയങ്കര ദേഷ്യത്തോടു കൂടിയായിരിക്കും രോഹിത് അലീനയെ നോക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, കൊണ്ടുപോയിക്കോണം, എനിക്കൊന്നും വേണ്ട എന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നീ ഇത് കഴിക്കാതിരുന്ന നിനക്ക് മരുന്നൊക്കെ എങ്ങനെ തരാൻ പറ്റും? നീ വാശി പിടിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. നീ കഞ്ഞി കുടിക്കാൻ നോക്കി എന്നൊക്കെ പറയും. പക്ഷേ രോഹിത് അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. രോഹിത് പെട്ടെന്ന് കട്ടിൽ നിന്നങ്ങ് ചാടി എഴുന്നേക്കാൻ തുടങ്ങി. പക്ഷേ രോഹിത് അങ്ങ് വീണു പോവാണ്. കാരണം എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും അവനുണ്ടായിരുന്നില്ല. അലീനയുടെ കൈകളിലേക്ക് തന്നെ വീണു പോവാണ്. അപ്പോഴേക്കും ബബിതയും ഓടി വന്നങ്ങ് പിടിച്ച് ഒരു വിധത്തിൽ രണ്ടുപേരും കൂടി അവനെ അങ്ങ് കട്ടിലേക്ക് ഇരുത്തി. അലീനക്ക് മനസ്സിലായി, ഇനിയും രോഹിത് ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കേണ്ടി വരുമെന്ന കാര്യം. അങ്ങനെ അലീന രോഹിത്തിനെ നിർബന്ധിച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ്. ബബിതയുടെ കണ്ണുകൾ അന്ന് ആദ്യമായി അലീനയോടുള്ള ബഹുമാനം കൊണ്ട് നിറഞ്ഞു. തൻ്റെ കൂടപ്പിറപ്പിനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് അലീന ശുശ്രൂഷിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ചേച്ചി മാറിക്കോ, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അലീനയുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങിക്കുമ്പോൾ ബബിതയുടെ ഉള്ളിലെ പക മഞ്ഞുപോലെ ഉരുകിത്തീർന്നു. കഞ്ഞി നിർബന്ധിച്ച് കുടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രോഹിത്തിൻ്റെ പനി പതിയെ കുറയാൻ തുടങ്ങി. അർദ്ധരാത്രിയിൽ ഉറക്കത്തിനിടയിൽ രോഹിത് പിച്ചും പേയും പറയുന്നത് കേട്ട് അലീന അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി. അതെ, എന്നോട് ക്ഷമിക്ക്, ഞാൻ കാരണം എല്ലാവരും. അവൻ വിതുമ്പുകയായിരുന്നു. അലീന അവൻ്റെ നെറ്റിയിൽ തലോടി ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ വൈജയന്തി വീണ്ടും പഴയ പല്ലവി തന്നെ തുടങ്ങാനായിട്ട് ഹാളിലേക്ക് വന്നപ്പോൾ ബാലചന്ദ്രൻ അവരെ തടഞ്ഞു. വൈജയെ, നീ ഇനിയും ഈ വീടിൻ്റെ സമാധാനം കളയാനാണ് ഭാവമെങ്കിൽ നിനക്ക് നിന്റെ വഴി നോക്കാം. പക്ഷേ എൻ്റെ മക്കളെ വേദനിപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ബാലചന്ദ്രൻ്റെ ഉറച്ച ശബ്ദത്തിനു മുന്നിൽ വൈജയന്തിക്കന്ന് ആദ്യമായിട്ടൊന്ന് ഭയം തോന്നി. അവളൊന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് വലിഞ്ഞു. ദിവസങ്ങളങ്ങനെ കടന്നുപോയി. രോഹിത് പഴയ ആരോഗ്യം വീണ്ടെടുത്തു. ഒരു വൈകുന്നേരം അവൻ അലീനയും ബബിതയും അരികിലേക്ക് വിളിച്ചു. തൻ്റെ ഉള്ളിലെ അഹങ്കാരവും ദേഷ്യവുമാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന്. ഉപേക്ഷിച്ചു പോകാമായിരുന്നിട്ടും നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചല്ലോ. എനിക്ക് തെറ്റുപറ്റിയെന്ന രോഹിത്തിൻ്റെ വാക്കുകൾ കേട്ട് അലീന പുഞ്ചിരിച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു രോഹിത്, ഇനി നമുക്ക് പുതിയൊരു തുടക്കം വേണം. ആ നിമിഷം കമലമ്മയും ഗംഗാധരനും അങ്ങോട്ടേക്ക് കടന്നു വന്നു. വൈജയന്തിയുടെ മാറ്റമില്ലാത്ത സ്വഭാവം കണ്ട് മടുത്ത് അവൾക്ക് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി തന്നെ അവർ തീരുമാനിച്ചു. വൈജയന്തിയെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നും അവരുടെ ഉള്ളിലെ ഈ വെറുപ്പ് മാറ്റിയെടുക്കണമെന്നും അവർ ബാലചന്ദ്രനോട് പറഞ്ഞു. ആദ്യം എതിർത്ത വൈജയന്തി തൻ്റെ മക്കൾ പോലും തന്നിൽ നിന്നും അകന്നു പോകുന്നത് കണ്ട് ഒടുവിൽ അതിന് സമ്മതിച്ചു. മാസങ്ങൾക്ക് ശേഷം ആ വീട്ടിലൊരു ചിരി പടർന്നു. വൈജയന്തിയുടെ മുഖത്ത് പഴയ കർക്കശ്യമില്ലായിരുന്നു. അലീനയെ കാണുമ്പോൾ അവർക്ക് ആ ഒരു പഴയ ദേഷ്യമൊന്നുമില്ല, മറിച്ച് ഒരു തരം കുറ്റബോധമാണ് തോന്നുന്നത്. ബാലചന്ദ്രൻ തൻ്റെ കുടുംബം പഴയതുപോലെ ഒന്നായ സന്തോഷത്തിൽ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നും ആകാശത്തേക്ക് നോക്കി നിന്നു. മഴ തോർന്ന ആ മാനത്ത് മഴവില്ല് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നന്മയിലേക്ക് മാറുന്ന ശുഭപ്രതീക്ഷയോടുകൂടെ തന്നെ ആ കുടുംബം പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.